ജീസസ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ ചെല്ലുമോ, അല്ലെങ്കിൽ സഭയിൽ തന്നെയാണെന്ന് വിചാരിക്കട്ടെ, ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ നോക്കും എങ്കിലും അവർ ചിലപ്പം കണ്ണ് നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റുന്നൊരു ഫീല് ഉണ്ടാകാറില്ലേ? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അവർ മുഖം മാറ്റി കൊണ്ടുപോകുന്നൊരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാകുന്നു നമ്മോട് പെരുമാറ്റം അവിടെ നിന്നുണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും അവിടെ ഹൃദയത്തിൽ വസിക്കുന്നതായ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. ഒരു നെഗറ്റീവ് എനർജി അവരെ കൊണ്ട് ആ ഒരു ചിന്ത ഉണ്ടാക്കുകയും ആ ഒരു പെരുമാറ്റം അവർ നമ്മോട് കാണിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഒരു പ്രത്യേകതായ ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ അവരെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥയോടെ വന്ന് നമ്മളെ സംസാരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നതായ, അതിൽ നിലനിൽക്കുന്നതായ നെഗറ്റീവ് എനർജി ഉണ്ട്. അതാണ് അവരെ കൊണ്ട് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കുന്നത്. അതിനാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെയൊക്കെ ഹൃദയങ്ങൾ വിശുദ്ധമായിരിക്കാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട്, ശിശുവിനെ പോലെ ആയി തീർന്നില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെയൊക്കെ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അവിടെ ഹൃദയങ്ങളെല്ലാം വിശുദ്ധമായിരിക്കാൻ, ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് ഇരിക്കാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ്, കർത്താവ് നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഈ സ്വഭാവങ്ങളെല്ലാം കർത്താവിന് വളരെ സന്തോഷം കൊടുക്കുന്നൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനാൽ നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിട്ട്, ഒരു നിഷ്കളങ്കമായ നല്ല ഹൃദയത്തിൻ്റെ ഉടമയായിട്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം.